ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഏറെക്കാലത്തെ അഭ്യൂഹങ്ങൾക്കും ആകാംക്ഷയ്ക്കും വിരാമമിട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ്റെ മലയാള സിനിമയുടെ ടൈറ്റിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, ഇന്ന് വൈകുന്നേരം ഉണ്ടാകുമെന്നുള്ളത്. അത് കൃത്യം തന്നെ വന്നിരിക്കുകയാണ്. ഐ ആം ഗെയിം എന്നാണ് സിനിമയുടെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കൊന്നും തന്നെ പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ടൈറ്റിലാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം നമ്മൾ എന്തിനാണ് പ്രതീക്ഷിക്കാൻ പോയെന്നൊരു ചോദ്യമേ ഉള്ളൂ. എന്തായാലും വ്യത്യസ്തത പുലർത്തുന്ന ഒരു പടം തന്നെ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഫിലിം ബൈ നഹാസ് ഹിദയത്താണ്. എന്തായാലും മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് അതിഗംഭീരമാക്കാൻ തന്നെയാണ് ദുൽഖർ ഒരുങ്ങുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റു ഭാഷകളിൽ പോയി അമ്മാതിരി ഒരു കൊലത്തൂക്ക് തൂക്കുന്ന വേറെ ഒരു നടനെയും കാണാനില്ല എന്ന് തന്നെ പറയാം. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഒരു നടനും കഴിയാത്ത റേഞ്ചിലാണ് ഇന്ന് ദുൽഖർ നിൽക്കുന്നത്. തെലുങ്കിൽ പോയാൽ അവിടെ 100 കോടി, തമിഴിൽ പോയാൽ അവിടെ സൂപ്പർ ഹിറ്റ്, ഹിന്ദിയിൽ പോയാൽ അവിടെ സൂപ്പർ ഹിറ്റ്. അങ്ങനെ കറങ്ങി നടക്കുന്ന ദുൽഖർ മലയാളത്തിലേക്ക് വരാത്തത് എന്ത് എന്നുള്ളതാണ്. പലപ്പോഴും പലരുടെയും കമൻസിൽ കണ്ടു, ദുൽഖർ ഇല്ലായാലും ഇവിടെ ഒന്നുമില്ല. അതായത് ഈ പറഞ്ഞ വ്യക്തിയോ പ്രേക്ഷകനോ ഇല്ലായാലും ഇവിടെ ഒന്നുമില്ല, ഇവിടെ ആർക്കും ലോകം കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. ദുൽഖർ ഇല്ലായാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ദുൽഖർ വരുമ്പോൾ അതെന്തെങ്കിലും സംഭവിപ്പിക്കും എന്ന് ഉറപ്പ് തന്നെയാണ്. ഇവിടെ വലിയ പരാജയമായ കിങ് ഓഫ് കൊത്ത നമ്മൾ കണ്ടതാണ്. ഇനിയും കടുത്ത ആരാധകർ വന്ന് ചോദിക്കരുത് അത് പരാജയമാണെന്ന് തന്നോട് ആരാണ് പറഞ്ഞത്. അത് പരാജയം തന്നെയാണ്. എന്നോടാരും പറയേണ്ട കാര്യമില്ല. സാമാന്യ ബുദ്ധിയിൽ തോന്നിയാൽ എനിക്കറിയാവുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെ ചോറുണ്ണുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എടുത്തു പറയാവുന്ന കാര്യം വേറെ ഒന്നുമല്ല. ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇവിടെ ദുൽഖർ വന്നാൽ അതൊരു മാറ്റത്തിന് തന്നെ തുടക്കമായിരിക്കും. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാളത്തിൽ നിന്ന് ഒരു നല്ല ഒരു നടൻ എന്ന് നമുക്ക്, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഏത് റേഞ്ചിൽ പോയാലും ഒരു സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കാവുന്ന താരം അത് ദുൽഖർ തന്നെയാണ്. കാരണം അന്യഭാഷയിൽ പോയി ഹിറ്റടിച്ചിരിക്കുന്ന ഏക നടൻ അത് ദുൽഖർ തന്നെയാണ്. വമ്പന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും കിണഞ്ഞ് ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത കാര്യങ്ങളാണ്. ഹിന്ദിയിൽ പോയി ഒരു വിജയം ഉണ്ടാക്കാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തിന് നായകനാവാൻ പോലും മര്യാദയ്ക്ക് ഈ പറഞ്ഞ താരങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, ചെറുതൊക്കെ ആയിട്ട്. അത് ചെറിയ ലെവലിലുള്ള, അല്ലാതെ ഇതേപോലെ ഹെവി റേഞ്ചിലൊന്നും നടന്നിട്ടില്ല. തെലുങ്കിലും അമ്മാതിരി കൊടൂരമായിട്ട് തന്നെയാണ് ദുൽഖർ നടക്കുന്നത്. ഇവിടെ നഹാസ് ഹിദായത്തിൻ്റെ സിനിമ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഐ ആം ഗെയിം എന്ന് പറയുന്നത് ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. ഇതുവരെ കണ്ട ആ ഒരു രീതി ആയിരിക്കില്ല. പറഞ്ഞു വന്ന ഒരു കാര്യം അതിനിടയിൽ വിഴുങ്ങിപ്പോയിരുന്നു, വേറെ ഒന്നുമല്ല. ഇവിടെ വലിയ പരാജയമായിരുന്ന ദുൽഖർ സിനിമ നേടിയത് 40 കോടിക്ക് മുകളിലാണ്. അത്രത്തോളം പരാജയം ഉണ്ടായാൽ പോലും ആ ഒരു 40 കോടിയൊക്കെ ലഭിക്കണമെങ്കിൽ അത് ഇന്ന് യൂത്ത് വിങ്ങിൽ വേറെ ഒരു നടനുമില്ല. എന്തിനാ സീനിയർ താരങ്ങളിൽ പോലും തള്ളിക്കയറ്റാതെ വിജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന ദുൽഖർ തന്നെയാണ്. വേണമെങ്കിൽ തള്ളിയായിരുന്നെങ്കിൽ ദുൽഖറിനും 100 എത്തിക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 99 നിന്നപ്പോഴും അദ്ദേഹം അത് നോക്കിയില്ല എന്നുള്ളത് നമുക്ക് തെലുങ്ക് സിനിമയിൽ കണ്ടു. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 100 കോടി അടിച്ചപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഐ ആം ഗെയിം നമ്മൾ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുന്നു. ആ ഒരു തിരിച്ചുവരവ് അതിഗംഭീരമാക്കിയിരിക്കും എന്നുള്ളതാണ്. ഇന്ന് ഇത്രത്തോളം ഇനീഷ്യൽ പുള്ള് ലഭിക്കുന്ന ഒരു സൂപ്പർ താരം, പുതിയ അല്ലെങ്കിൽ യുവതാരം വേറെ ആരുമില്ല എന്ന് നമുക്കറിയാം. കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടി. ടൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ പറയാം, ഇല്ലെങ്കിലും ഒന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം ഗെയിം എന്ന് പറഞ്ഞ ടൈറ്റിൽ എനിക്കത്ര തൃപ്തി തരുന്ന ഒരു ടൈറ്റിലല്ല. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.